ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി കട്ട്ലറ്റാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ നെത്തോലി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം നെത്തോലി, ഇത് മുള്ള് കളഞ്ഞതാണ്. 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, 2 മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ കുരുമുളക്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 3 മുട്ട, മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യം, പിന്നെ 6 സ്ലൈസ് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചത്, കടയിൽ കിട്ടുന്ന സാധാ ബ്രെഡ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കട്ട്ലറ്റ് പൊരിക്കാൻ ആവശ്യമായ ഓയിലുമാണ് ആവശ്യം. നമുക്ക് നെത്തോലി വേവിക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിനായ വെള്ളം മതി. നമ്മുടെ നെത്തോലി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ ഇണക്കാവണം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരണ്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അടുത്ത പാത്രം വയ്ക്കാം. അതിൽ വേണം നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചത് ഇടണേ. ഇത് 1 മിനിറ്റ് ഇതിൽ കിടക്കണേ. ഇതിൻ്റെ പച്ച ചെവയൊക്കെ മാറുന്നത് കിടക്കണം. 1 മിനിറ്റ് കിടന്നാൽ മാത്രം മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ചെറുതായിട്ട് വാടിയാൽ മതി, വളരെ അധികം വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കുറച്ചൊന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന്. പിന്നെ നേരത്തെ നെത്തോലി നമ്മൾ പുഴുങ്ങിയില്ലായിരുന്നു, നെത്തോലി വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നേ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാടിയ ശേഷം നന്നായിട്ട് ഒന്ന് വാടണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. നേരത്തെ പറഞ്ഞു 3 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇത്ര വാടി വരുമ്പോഴത്തേക്ക് കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴട്ടാം. മഞ്ഞൾപ്പൊടി ഇട്ട് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെത്തോലി ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല നെത്തോലിയും ഈ സവാളയും ഇതിൽ നല്ലപോലെ കൊണ്ട് വാഴ. ഇതിലോട്ട് നമ്മൾ പൊടിച്ച് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി നമുക്കിടാം. അതൊരു മണത്തിനാണ്. ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ മീഡിയം തീയിലിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് നല്ലപോലെ ഉരുണ്ട് വരണം. ഒരു 5-10 മിനിറ്റ് നേരം ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ ഇട്ട് മീഡിയം തീയിലിട്ട് നന്നായിട്ട് വഴട്ടണം. ഇതിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ
എല്ലാം പോയി മാറണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഇത് നല്ല എന്നുവെച്ചാൽ ഇതിലെ എല്ലാ ജലാംശവും പോയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ പോയത് ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് ഈ പരുവാകുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് ഒരു ഉരുണ്ട എന്ന് വെച്ചാൽ ഒരു ചപ്പാത്തിക്ക് മാവിന് ഉരുട്ടിയെടുക്കുന്ന പോയി ഈ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഇതിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം. ഞാനിതാ നമ്മളെ ഈ സൈസിൽ ഉണ്ട പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ തള്ള വിരൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് മുട്ടയുടെ വെള്ളയിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ ഇങ്ങനെ ചെയ്തെടുക്കും. ഇത് കണക്ക് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. എണ്ണ നന്നായിട്ട് അനന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇടാം. സൂക്ഷിച്ചിടണം, കയ്യൊന്നും കൊള്ളാതെ. മീഡിയം തീയിലിട്ട് മൂപ്പിച്ചാൽ മതി. ഒരു വശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പതുക്കെ വേണം തിരിച്ചിടാനും, പൊട്ടിപ്പോകും. വളരെ ശ്രദ്ധാപൂർവ്വം ചെറിയ തീയിലിട്ടേ ചെയ്യുകയും ചെയ്യാവൂടെ. ഒരു 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ് അപ്പുറ സൈഡ്, അങ്ങനെ ഒരു 10 മിനിറ്റ് മീഡിയം തീയിലിട്ട് മൂപ്പിക്കണം. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. വേണ്ട, ഇതിപ്പോൾ ഒന്നും പൊട്ടാതെ നല്ലപോലെ കിട്ടിയുണ്ടോ. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാമേ, ഒന്നും പൊട്ടിയിട്ടില്ല. കണ്ട, വളരെ തീ കുറച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ഓരോന്നായിട്ട് പയ്യെ ഇതങ്ങ് എടുക്കാം. കണ്ട, വളരെ നന്നായിട്ട് തന്നെ യാതൊന്നും പൊട്ടിയിട്ടില്ല. നമ്മൾ തീ കുറച്ചിട്ട് മാത്രം. ഞാൻ പറഞ്ഞ കണക്ക് നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.